നമ്മുടെ കോളേജിന്റെ പ്രത്യേകത അറിയോ? നമുക്ക് മറ്റു കോളേജസിന് പോലെ രാവിലെ 8 മണി തൊട്ട് രാത്രി 4 മണി വരെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കളസസ്യമായ കുളവാഴയിൽ നിന്നാണ് ഇത്രയധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. അങ്ങനത്തെ ഒരു അത്ഭുത കാഴ്ചയാണ് നമ്മളിവിടെ ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫ്യൂച്ചർ കേരള മിഷൻ എന്ന് പറയുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു വളരെ പുതിയ നൂതനമായ ഇന്നോവേറ്റീവായ ഒരു ഐഡിയ ആണ്. ഈ കോളേജ് നമ്മൾ ആസ് എ സ്റ്റുഡൻസ് ദേ എംഫസൈസ് ഓൺ ദ സ്റ്റുഡൻസ്. മറ്റു കോളേജസ് പോലെ അവരുടെ പബ്ലിക് ഇമേജോ അല്ല അവരുടെ ഡൂയിങ്സോ അതല്ല. സ്റ്റുഡൻസിന്റെ ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കാം, സ്റ്റുഡൻസിന്റെ ലേണിംഗ് എങ്ങനെ ബെറ്റർ ആക്കാം, അങ്ങനെ സ്റ്റുഡൻറ് സെൻട്രിക് അപ്രോച്ച് അവർ ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് ആസ് സ്റ്റുഡൻസ് വി ഗെറ്റ് മോർ എക്സ്പോഷർ ആൻഡ് വി ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻക്രീസ് അവർ എക്സ്പെർട്ടീസ് ഇൻ ദിസ്. കളസസ്യത്തെ കൽപ്പസസ്യമാക്കുന്ന അത്ഭുത വിദ്യ, അതല്ലെങ്കിൽ കളയെ കലയാക്കുന്ന ഒരു പ്രക്രിയ. ജെയിൻ സർവകലാശാലയുടെ ഡിസൈൻ സ്കൂളിലാണ് ഞാൻ ഇരിക്കുന്നത്. കുളവാഴ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ജൈവ വൈവിധ്യ നാശത്തിനുമൊക്കെ കാരണമാകുന്ന ഒരു സസ്യം, ഏറ്റവും അധികം ലോക രാജ്യങ്ങളെ ബാധിച്ചിരിക്കുന്ന വലിയ വിപത്താണ് ഈ കുളവാഴ. വാട്ടർ ഹയാസിന്ത് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ഐക്കോർണിയ ക്രാസിപ്പസ് അല്ലെങ്കിൽ പോണ്ടഡേറിയ ക്രാസിപ്പസ് എന്നുള്ളതാണ് ശാസ്ത്രനാമം. ഇതിന് പ്രത്യേകിച്ച് സമയക്രമമില്ലാതെ ഒരാഴ്ചയിൽ ഇരട്ടിക്കുന്ന 2 തരത്തിലുള്ള പ്രജനന മാർഗങ്ങളുള്ള ഒരു രീതിയിലും നമുക്ക് നശിപ്പിക്കാനോ നിയന്ത്രിക്കാനോ പറ്റാത്ത രീതിയിൽ നമ്മളെ ബാധിച്ചിട്ടുള്ള വലിയ ഒരു വിപത്താണ് കുളവാഴ. അതിനെയാണ് നമ്മൾ കൽപ്പസസ്യമാക്കി മാറ്റുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് കുളവാഴയിൽ നിന്നും സുസ്ഥിര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഇവിടെ കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് MPയുടെയുമായിട്ട് മെറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയായിട്ട് സഹകരിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ്. എല്ലാം കൂടെ 120 മത്സ്യത്തൊഴിലാളികൾ, സ്ത്രീകളും പുരുഷന്മാരും, ഭൂരിഭാഗം സ്ത്രീകൾ. അവർക്ക് ഇന്ന് നമുക്കെല്ലാവർക്കും വലിയൊരു തലവേദനയായ വലിയൊരു വെല്ലുവിളിയായ ഈ കുളവാഴ പ്രശ്നത്തെ എങ്ങനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നതിൻ്റെ ട്രെയിനിങ് ആണ് ഞങ്ങളിവിടെ നൽകുന്നത്. ഇതിലൂടെ ഒരു വശത്ത് നമ്മുടെ ഒരു എൻവയൺമെൻറ്റൽ ഇഷ്യൂ അതിനുള്ള ഒരു പരിഹാരം കാണുക, അല്ലെങ്കിൽ ആ വെല്ലുവിളിയെ ഒരു ചെറിയ തോതിലെങ്കിലും നേരിടുക. മറുവശത്ത് സമൂഹത്തിൻ്റെ ഏറ്റവും സഹായം അർഹിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ ഒരു സ്കിൽ ഉണ്ടാക്കി കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഫ്യൂച്ചർ കേരള മിഷൻ എന്ന് പറയുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു വളരെ പുതിയ നൂതനമായ ഇന്നോവേറ്റീവായ ഒരു ഐഡിയ ആണ്. അതിൽ കൂടി അന്വേഷിക്കുന്നത് ഒരു സ്വകാര്യ സർവകലാശാലയ്ക്ക് കേരളത്തിന് എന്ത് സംഭാവന നൽകുവാൻ സാധിക്കും, ഞങ്ങൾക്ക് ഇവിടെയുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉപയോഗിച്ച് അവരുടെ അറിവും അവരുടെ ഊർജവും എല്ലാം ശേഖരിച്ചുകൊണ്ട് എങ്ങനെ കേരളം ഇന്ന് നേരിടുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിവർത്തനം ഉണ്ടാകാൻ, ഇന്നത്തെ കേരളത്തിൽ ഒരു സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ, ഒരു സാമൂഹിക പരിവർത്തനം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ ഞങ്ങൾക്കൊരു പങ്ക് വഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണം. അതിൻ്റെ ചെയർമാനായിട്ട് എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ഏകദേശം 25 വർഷങ്ങളായി ഈ മേഖലയിൽ ഗവേഷണം നടത്തി ഇതിൽ നിന്നുള്ള ഇത്രയധികം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, എണ്ണമറ്റ ഉൽപ്പന്നങ്ങൾ എന്ന് തന്നെ പറയാം. അത് ഹാൻഡ് മെയ്ഡ് പേപ്പർ, ആ പേപ്പർ അതായത് ഹസ്തനിർമ്മിത കടലാസ് കുളവാഴയിൽ നിന്നുള്ളത്. അതിൽ നിന്നും നമുക്ക് ഇത് മോദിജി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ ഒരു കല്യാണക്കുറിയായിട്ട് പോയിട്ടുണ്ട്. അതെ, അത്രയ്ക്ക് രസകരമായ ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. കേരളത്തിന്റെ തനത് കലയാണല്ലോ കഥകളി. ആ കഥകളിക്കുള്ള ഒരു ബേസ് ആയിട്ട് നമ്മൾ ഈ കുളവാഴയുടെ പൾപ്പ് ഉപയോഗിക്കുകയും അതിനുശേഷം അതിനെ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റായി വരുന്ന ടൂറിസ്റ്റുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന വളരെ അത്ഭുതം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൂടാതെ നമുക്കിതാ ഈ ഒരു സാധനത്തിന് കണ്ടാലൊരു ലുക്കില്ലെങ്കിലും വളരെയധികം ഉപയോഗമുള്ളൊരു സാധനമാണ്. കാരണം ഇപ്പോൾ നമ്മൾ നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ ചെടി നമ്മൾ വാങ്ങിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ്. കറുത്ത നിറമുള്ള വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. അത് ഒറ്റത്തവണ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അതുകൂടാതെ അതിൽ നിന്നും തൈകളെ നമ്മൾ മാറ്റി നടും. ഈ മാറ്റി നടുമ്പോൾ ഒരു 10 മുതൽ 20% തൈകൾ വരെ നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ ഒറ്റത്തവണ നടാവുന്ന
ചെടിച്ചട്ടി, നേരിട്ട് തന്നെ ചെടിച്ചട്ടി വളമായി മാറുന്ന അത്ഭുത സാങ്കേതിക വിദ്യ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇത് കുളവാഴയുടെ പൾപ്പിൽ നിന്നുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഇതാ നമ്മൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന പാവകൾ, ഇതും നമുക്ക് ഇതിനകത്ത് നിന്നുണ്ടാക്കാം. യാതൊരു വൈദഗ്ധ്യവും ഇല്ലാത്ത ആളുകൾക്ക് വരെ, കൊച്ചു കുട്ടികൾക്ക് വരെ ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അവർക്കിപ്പം വെക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളിക്കാനായിട്ട് നമ്മൾ ക്ലേ വാങ്ങിച്ചു കൊടുക്കും. അതിന് പകരം നല്ല കുളവാഴയുടെ പൾപ്പ് ചെയ്തു കൊടുത്താൽ അവർക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങി അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ മുഹമ്മ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഇവിടെ വൈക്കം ചമ്മനാഗിരി ഭാഗത്തൊക്കെ കക്ക നീറ്റാറുണ്ട്. അപ്പോൾ കക്ക പുഴുങ്ങാനും നീറ്റാനും ഒക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കുളവാഴയുടെ ഉണങ്ങിയ ചെടികൾ ചാണകമൊക്കെ ആയിട്ട് കൂട്ടിക്കലർത്തി ഇതുപോലെയുള്ള ബ്രിക്കറ്റുകളാക്കി മാറ്റാൻ സാധിക്കും. കത്തിക്കാവുന്ന ഇന്ധനമാണ്. അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് അമ്മൂമ്മമാർ ചെയ്തിരുന്ന ചാണകവരളി രൂപത്തിലും ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ലളിതമായ സാങ്കേതിക വിദ്യയാണ്. ഇതെല്ലാം കുളവാഴയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. ഒന്നുകിൽ അതിൻ്റെ പേപ്പർ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ തന്നെ തണ്ട് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്ത് മാർക്കറ്റ് ചെയ്തതാണ്. ഇതിനകത്തൊക്കെ ഒരു വിത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വിത്ത് പേനയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ മാസ്ക് കണ്ടില്ലേ, ഇപ്പോൾ വെക്കേഷനാണ്, കുട്ടികളൊക്കെ കളിക്കുന്നത്. ഈ മാസ്കും പ്ലാസ്റ്റിക് അല്ല, ഇതും കുളവാഴ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് വിവിധ ആർട്ട് രൂപങ്ങൾ, ഇത് നമ്മൾ പെയിൻ്റ് അടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, പൾപ്പടിച്ച ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ഒരു പ്രത്യേക രൂപം വരുത്തി ഉണക്കി വച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്കതിനെ വീണ്ടും കൂടുതൽ മിനുസപ്പെടുത്തി പെയിൻ്റ് അടിച്ച് ഇതുപോലത്തെയൊക്കെ നമുക്ക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഞങ്ങൾക്ക് മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുളവാഴയുടെ മനോഹരമായ പൂവിൽ നിന്നും വേർതിരിച്ചെടുത്ത ജൈവ നിറമാണ്. യാതൊരുവിധ രാസവസ്തുക്കളില്ല, ജൈവ നിറം ഉപയോഗിച്ച് ചെയ്ത ഒരു കയർ മാറ്റാണിത്. അപ്പോൾ പരിസ്ഥിതിക്ക് സൗഹൃദമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. നമ്മളിതാ കുറേ പെയിൻറ്റിങ്ങുകൾ കാണാം. ഈ പെയിൻറ്റിങ്ങുകൾ മുഴുവൻ ആർട്ടിസ്റ്റുകളൊന്നും ചെയ്ത സാധനമല്ല. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ കുട്ടികൾ ചെയ്തതാണ്. അതോടൊപ്പം ഇതിന് പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാൻവാസ് ഉണ്ട്. ഈ ക്യാൻവാസും കുളവാഴയുടെ പൾപ്പിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയതാണ്. നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു രൂപം, അതുപോലെ തന്നെ ഒത്തിരി നമ്മളുടെ യുവതലമുറയെ പ്രചോദിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധകായ പ്രതിമ, ഇതെല്ലാം നമ്മൾ കുളവാഴയുടെ പൾപ്പിൽ നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്ങുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ക്യാൻവാസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ക്യാൻവാസ് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളായി മാറ്റാൻ സാധിക്കും. നമ്മൾ ഇത് ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ ഹൗസ് ബോട്ട് ടൂറിസം വരുമ്പോൾ അവിടെ അവർ കാണുന്ന കുളവാഴയെ തിരിച്ചിറങ്ങി വരുമ്പോൾ തന്നെ നമുക്കതിനെ ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങളാക്കി അവർക്ക് മാറ്റി വിൽക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് പരിശീലനം ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ തോതിലുള്ള പരിശീലനം മതിയാകും. യന്ത്രസാമഗ്രികൾ വേണ്ട. അതൊക്കെയാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് മറ്റു തൊഴിലുകൾ ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ഒരു അഡീഷണൽ റവന്യൂ ആയിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാവുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ നോട്ട്ബുക്സ്. ഈ നോട്ട്ബുക്സിൽ എന്തൊക്കെയുള്ളത്? കുളവാഴ ഉണ്ട്, വൈക്കോലുണ്ട്, കരിമ്പൻചണ്ടി ഉണ്ട്, പഴത്തോല്, കൊഴിഞ്ഞു വീണ ഇലകൾ, ഇതൊക്കെ അരച്ചിട്ടാണല്ലേ. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ നോട്ട്ബുക്ക് ബൈൻഡ് ചെയ്യണ, നിങ്ങൾ ഉണ്ടാക്കിയ പേപ്പറും ഉണ്ട്. ഞങ്ങൾ ഇവിടെ കുളവാഴ കൊണ്ടുള്ള റീസൈക്ലിംഗ് ആണ് ചെയ്തത്. ഇന്നലെ ഞങ്ങൾ കുളവാഴ എടുത്ത് അത് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിലെ അണുക്കളെല്ലാം കളഞ്ഞിട്ട് ഇത് ഞങ്ങൾ ബോയിൽ ചെയ്തെടുത്ത് അത് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ പൾപ്പെടുത്ത് കഴിഞ്ഞ് അതൊന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളൊരു നെറ്റിൽ അത് ഒന്ന് മുക്കിയെടുത്ത് കഴിയുമ്പോൾ ആ നെറ്റിൻ്റെ മുകളിലായിട്ട് ഈ പൾപ്പെല്ലാം വന്ന് മിക്സ് എല്ലാം അടിയും. അത് ഞങ്ങളൊരു വെള്ള ക്ലോത്തിലേക്ക്, പശയൊക്കെ കളഞ്ഞ ക്ലോത്തിലേക്ക് ഇട്ടിട്ട് അത് ആ ട്രേ അതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി വെച്ച് കഴിഞ്ഞ് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലുള്ള വാട്ടർ കണ്ടന്റ് മൊത്തം എടുത്തു കഴിഞ്ഞ് അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഉണക്കാനിട്ടു. ഈ മിക്സ് പൾപ്പ് ഇട്ടതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ കുറച്ച് സീഡ്സും കൂടെ ഇട്ടായിരുന്നു. ആ സീഡ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ആ സീഡൊക്കെ ഇരിപ്പുണ്ട്. അത് നമ്മളിപ്പം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് വെറുതെ കളഞ്ഞാൽ
അത് നമുക്കൊരു മരമായിട്ടോ ഇപ്പൊ ഞങ്ങൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ചീരയുടെ സീഡാ. ആ സീഡ് അവിടെ നമ്മളിപ്പോ അത് യൂസ് ചെയ്ത് കീറിക്കളയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഒരു ചീരയുടെ ചെടിയായിട്ട് മുളച്ചു വരിക ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഡയറി ഉണ്ടാക്കി, ബുക്ക് ഉണ്ടാക്കി, ഹാൻഡ് പോക്കറ്റ് ഡയറി ഉണ്ടാക്കി, ഇതൊക്കെയാണ് ചെയ്തത്. ഈ കുളവാട് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇവിടെ വരുന്നതിനും പറയായിരുന്നോ? ഈ ട്രെയിനിങ് എങ്ങനെ ഉണ്ട് ഇപ്പൊ? അടിപൊളി, സൂപ്പർ. സമൂഹത്തിലൊരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പം സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഒരുമിച്ച് വന്ന് ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിന്നാണ് നമ്മൾ സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ ഞങ്ങളും അതിൻ്റെ ഭാഗമാവുകയാണ്. ഞങ്ങളുടെ കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. നന്ദി. നമ്മളിപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു വർക്ക്ഷോപ്പ് പോലത്തെ ഒരു മുറിയിലാണ് നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റിക്ക് എന്താ ഇതിലെ കാര്യം എന്ന് പലർക്കും സംശയം തോന്നാം. നമ്മുടെ യൂണിവേഴ്സിറ്റി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ജനകീയ യൂണിവേഴ്സിറ്റിയാണ്, ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ മുഖ്യധാര തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക, കുട്ടികളെ ആ രീതിയിലുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കി കൊടുക്കുക, സമൂഹത്തിന് എന്താണ് ആവശ്യം, സമൂഹത്തിലെ വിപത്തുകൾ എന്താണ്, നമുക്ക് എന്ത് അതിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ വെറുതെ പുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ച് പരീക്ഷ എഴുതി അവരെ ഡിഗ്രി കൊടുത്ത് വിടുന്നതല്ല ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ലക്ഷ്യം. അതിലേക്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് തന്നെ ഇതിനെ കാണാം. വളരെ സന്തോഷമുണ്ട്. ഇവരോടൊക്കെ നന്ദി പറയുകയാണ്. ഇവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത എംപീഡയോടും അതുപോലെ തന്നെ ബാക്കിയുള്ളവരോട് എല്ലാവരോടും, പ്രഭു സാറുണ്ട്, വേണുരാജാമണി സാറ് ഫ്യൂച്ചർ കേരള മിഷനുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫാക്കൽറ്റി ഉണ്ട്, ഞങ്ങളുടെ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരോടും ഞാൻ ഈ സമയത്ത് നന്ദി പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. നന്ദി.